രവിത്തേട്ട, കഴിഞ്ഞ ദിവസം നമ്മുടെ ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാറുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ പുറത്തു വന്നിരുന്നു. ഭാര്യയാണ് മർദ്ദിച്ചുവെന്നും അതുപോലെ തന്നെ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ കണ്ടു എന്നുമുള്ള വെളിപ്പെടുത്തലൊക്കെ നടത്തിയത്. പക്ഷേ ഈ സംഭവം ഒത്തുതീർപ്പിലെത്തിയെന്നും ഇതൊരു രാജിയിലേക്കോ അല്ലെങ്കിൽ തുടർ പാർട്ടി നടപടികളിലേക്കോ പോകില്ല എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അപ്പോൾ സ്ത്രീപക്ഷ സർക്കാർ ഈ കേസ് അല്ലെങ്കിൽ ഈ പരാതി, ഈ ഒരു വിവാദം, പ്രശ്നം ഒത്തുതീർപ്പിലേക്ക് എത്തിച്ചിട്ടുണ്ടാവുന്നു? സ്വാഭാവികമായിട്ടും കെ.ബി. ഗണേഷ് കുമാർ ഭാര്യയെ വിളിച്ച് ലേലുവല്ലു 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 എന്ന് പറഞ്ഞു. അപ്പോൾ ഭാര്യ ഓക്കെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഇത് മുഖ്യമന്ത്രി അറിഞ്ഞു. അതോടുകൂടി ഈ രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാനത്തെ മന്ത്രിസഭാ യോഗത്തിന് പങ്കെടുക്കുവാനുള്ള അനുവാദം കെ.ബി. ഗണേഷ് കുമാറിന് ലഭിച്ചിരിക്കുന്നു. അതോടുകൂടി ന്യൂസ് 24 മലയാളം, റിപ്പോർട്ടർ TV പോലെയുള്ള മാധ്യമങ്ങൾ ഗണേഷ് കുമാറിന് പരോക്ഷമായ സപ്പോർട്ടുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഇവരൊക്കെ തന്നെയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ രീതിയിൽ ഉറഞ്ഞു തുള്ളിയത്. പരാതി വരുന്നതിന് മുമ്പാണ്. പരാതി വന്നു കഴിഞ്ഞിട്ട് ചെയ്തോട്ടെ, ഒരു കുഴപ്പമില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഈ പ്രമുഖ മാധ്യമങ്ങളിലെ ചർച്ചകളൊക്കെ കാണുമ്പോൾ എന്താണ് ഇവന്മാർ പറയുന്നത്, എന്ത് തേങ്ങയാടാ നീയൊക്കെ പറയുന്നത് എന്ന് ഒരുപക്ഷെ ആ ഫ്ലോറിൽ ഉണ്ടായിരുന്നെങ്കിൽ മുഖത്ത് നോക്കി ചോദിക്കണമെന്ന് തോന്നിയിരുന്ന ചർച്ചകളാണ് നടന്നുകൊണ്ടിരുന്നത്. ഇവിടെ എന്താണ് വിഷയം? ഇവിടെ ഭാര്യയ്ക്ക് പരാതി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. കെ.ബി. ഗണേഷ് കുമാർ പറയുന്നത് പോലെ കെ.ബി. ഗണേഷ് കുമാറിന് മറ്റൊരു സ്ത്രീയുമായി പ്രണയമുണ്ടാവുകയോ അല്ലെങ്കിൽ 5000-ഓ 500-ഓ 50,000-ഓ 5 ലക്ഷം പേരുമായോ അദ്ദേഹത്തിന് ബന്ധമുണ്ടാവുകയോ ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യമാണ്. പക്ഷെ ആ കെ.ബി. ഗണേഷ് കുമാർ കീഴോട്ട് ബാലകൃഷ്ണപിള്ളയുടെ മകൻ സിനിമാ നടനായ ഗണേഷ് കുമാറോ അല്ലെങ്കിൽ നാട്ടിൽ എന്തെങ്കിലും തൊഴിലെടുത്ത് ജീവിക്കുന്ന ഒരു ഗണേഷ് കുമാറോ ആയിരിക്കണം. ഇവിടുത്തെ പ്രശ്നം ഇയാൾ ഒരു ജനപ്രതിനിധിയാണ് എന്നുള്ളതാണ്. ജനങ്ങളുടെ വോട്ട് ചോദിച്ച് ജനങ്ങളുടെ പ്രതിബദ്ധതയുള്ള ആ നാടിന്റെ മുഖച്ഛായയായി മാറേണ്ട ഒരാളാണ് കെ.ബി. ഗണേഷ് കുമാർ. സ്വാഭാവികമായും അയാൾക്ക് പരസ്ത്രീ ബന്ധമുണ്ടാകും. ഇന്ത്യയിലെ നിയമപ്രകാരം മറ്റൊരു ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധമൊന്നും തെറ്റല്ല, നിയമപരമായി തെറ്റല്ല. വിവാഹേതര ബന്ധവും തെറ്റല്ല. അപ്പോൾ സ്വാഭാവികമായും ഇദ്ദേഹത്തിന്റെ പത്നി അത് കണ്ടുകൊണ്ടുവരുന്നു. ഇതൊക്കെ അവരുടെ കുടുംബത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളാണ്. അവിടെ ഇവരുടെ ഫോട്ടോയും ചിത്രങ്ങളും എടുക്കുമ്പോൾ ഇവരുടെ ഡ്രൈവർ, അതായത് കെ.ബി. ഗണേഷ് കുമാറിന്റെ ഡ്രൈവർ ഇവരുടെ കയ്യിൽ കടന്നു പിടിച്ച് ഇവരുടെ മൊബൈൽ ഫോൺ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നത് ഒരു സ്ത്രീക്ക് നേരെയുള്ള അതിക്രമമായി തന്നെ കണക്കാക്കണം. അതിനുശേഷം ഇവർ ഒരു സഹായത്തിന് വേണ്ടി ഇവരുടെ ബന്ധുവായ ശ്രീലേഖ IPS വിളിക്കുന്നു. ഇവരുടെ ശ്രീലേഖ IPS ഈ പറയപ്പെടുന്ന തരത്തിൽ അവർക്ക് നിയമോപദേശം കൊടുക്കുന്നു. 112 വിളിച്ച് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യൂ എന്ന് പറഞ്ഞു. 112 വിളിച്ച് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തതിനു ശേഷം പോലീസ് അവിടേക്ക് എത്തിയപ്പോൾ ഇത് മന്ത്രിമന്ദിരമാണ്, മന്ത്രിഭവനമാണ്, മന്ത്രിയുടെ തറവാട്ട് വീടാണ്. അവിടെ അവർ ചെയ്തത് പരാതി പറയാൻ വിളിച്ച ആളുകളെ മാഡം പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് കോംപ്രമൈസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ആഭ്യന്തര വകുപ്പിന് അവിടെ വീഴ്ച പറ്റിയിരിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു വിധമായ സംശയവുമില്ല. ഒരു സ്ത്രീ, അതും പാലക്കാട് സ്വദേശിനിയായ, വിവാഹം കഴിച്ച് കൊട്ടാരക്കരയിലേക്ക് വന്ന ഒരാൾ, അയാൾക്ക് നേരെ അദ്ദേഹത്തിന്റെ അധികാരത്തിന്റെ എല്ലാ സുഖങ്ങളും അനുഭവിക്കുന്ന ആജ്ഞാനുവർത്തികളായി നൂറുകണക്കിന് ആളുകളൊപ്പമുള്ള ഒരു രാഷ്ട്രീയ നേതാവിന്റെ, മാടമ്പി രാഷ്ട്രീയ നേതാവിന്റെ വീട്ടിൽ വെച്ച് ഇന്നലെ വരെ അദ്ദേഹത്തിന്റെ ഈ ഭാര്യയുടെ കൂടി ഡ്രൈവറാണല്ലോ, ഔദ്യോഗിക ഡ്രൈവറാണെങ്കിൽ പോലും ഈ ഭാര്യയ്ക്ക് കൂടി ഇവരെ ഡ്രൈവറായി കാണേണ്ടതാണ്. അങ്ങനെ കണ്ടിരുന്ന ഒരാൾ തന്റെ കൈക്ക് കയറി പിടിച്ചു, തന്നെ ആക്രമിക്കാൻ ശ്രമിച്ചു എന്ന് പരാതി പറയുമ്പോൾ പോലീസ് ഒന്നും മിണ്ടാതെ മടങ്ങിപ്പോകും. പിന്നീട് അവിടേക്ക് പിങ്ക് പോലീസ് എത്തുന്നു. പിങ്ക് പോലീസ് എത്തിക്കഴിഞ്ഞിട്ട് ഇവർ പറയുന്നത് ഇവർക്ക് വീട്ടിനുള്ളിൽ നിന്ന്, താൻ ഈ 12 വർഷക്കാലമായി താമസിച്ച വീടാണ്, ആ വീട്ടിനുള്ളിൽ നിന്ന് അവർക്ക് വേണ്ട സാധനങ്ങൾ എടുക്കുന്നതിന് പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെടുകയും ഈ സമയത്ത് മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗവും പണ്ട് മന്ത്രിയുമായി ബന്ധപ്പെട്ട് നടന്നിരുന്ന സകല വിവാദ കഥകളിലെയും നായകനായിരുന്ന ആൾ അവിടേക്ക് വരുന്നു. അവിടെ വന്നതിന് ശേഷം ഇവരെ കോംപ്രമൈസ് ചെയ്യുന്നു. ഇവരോട് പറയുന്നു പോലീസിന്റെ ആവശ്യമൊന്നുമില്ല, ഇത് മാഡത്തിന്റെ വീടാണ്, മാഡം കയറി സാധനം എടുക്കൂ എന്ന് പറഞ്ഞതിന് ശേഷം ഇവർ ബാഗ് പാക്ക് ചെയ്തിറങ്ങുമ്പോൾ ഇയാൾ വീട് ഉള്ളിൽ നിന്ന് പൂട്ടുന്നു. ഇയാളുടെ ലക്ഷ്യം എന്തായിരുന്നു, ദുരുദ്ദേശപരമായിരുന്നു എന്ന് അവർ തന്നെയാണ്. ഞാനീ പറയുന്നതൊന്നും എയറിൽ നിന്ന് പറയുന്നതല്ല, ബിന്ദു മേനോൻ മാധ്യമങ്ങൾക്ക് കൊടുത്ത ഓഡിയോ ക്ലിപ്പിൽ നിന്നാണ് പറയുന്നത്. അവിടെ നിന്ന് പൂട്ടിയതിനു ശേഷം ഇവരുടെ കയ്യിൽ കയറി പിടിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും അവർ സഹായത്തിന് വേണ്ടി അവിടുത്തെ ഈ വീടിൻ്റെയും മറ്റ് പ്രോപ്പർട്ടികളുടെയും ഒക്കെ കാര്യങ്ങൾ നോക്കുന്ന അവിടുത്തെ കാര്യസ്ഥനാണെന്ന് വിളിക്കാൻ കഴിയുന്ന ആളോട് ഒന്ന് പറയൂ, എന്നെ വിടാൻ പറയൂ എന്ന് പറയുമ്പോൾ അയാൾ ഇവർക്ക് അനുകൂലമായി സംസാരിക്കുകയും അവസാനം വാതിൽ തുറന്ന് പുറത്തിറങ്ങുമ്പോൾ ഒരു പോലീസ് വാഹനം പോലും അവിടെ ഇല്ല. ഇവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന പോലീസുകാർ അവിടെ നിന്ന് മാറിപ്പോയിരിക്കുന്നു. പിന്നീട് വീണ്ടും ഇവർ അവിടെ നിന്ന് ഉറക്കെ നിലവിളിച്ച് കരഞ്ഞതിന് ശേഷമാണ് പോലീസ് വാഹനങ്ങൾ അവിടേക്ക് എത്തുന്നത്. ആഭ്യന്തര വകുപ്പിന് പൂർണ്ണമായും വീഴ്ച സംഭവിച്ചിരിക്കുന്നു. ഇവിടെ ഞാൻ ആ പോലീസുകാരെ കുറ്റം പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഒരുപക്ഷെ നടപടിയെടുത്താൽ നാളെ ഭരണപക്ഷത്തിരിക്കുന്ന കരുത്തനായ ഒരു മന്ത്രി, എല്ലാ വിഷയങ്ങളും ഇടപെടുന്നൊരു മന്ത്രി തങ്ങളുടെ തൊഴിൽ പോകുമോ എന്ന ഭയം ആ പോലീസുകാർക്കുണ്ടായി. അതാണ് സാഹചര്യം. ഇന്നിപ്പോൾ ഒരു മാപ്പ് പറഞ്ഞിരിക്കുന്നു. ഈ സംഭവ വികാസങ്ങൾക്കെല്ലാം ശേഷം ഇത് അവിടുത്തെ നാട്ടുകാർ പറഞ്ഞ് മറ്റുള്ളവർ അറിയുകയും
KSU അതിൽ ഇടപെടുകയും KSU വാർത്താ സമ്മേളനം വിളിക്കുകയും ഒക്കെ ചെയ്തതിനു ശേഷവും ഈ ബിന്ദു മേനോൻ എന്ന് പറയുന്ന ഗണേഷ് കുമാറിന്റെ രണ്ടാം ഭാര്യ പൊതുമാധ്യമങ്ങളിലോ മാധ്യമങ്ങൾക്ക് മുന്നിലോ ഇത് സംസാരിക്കാൻ, ഒരു പരാതി കൊടുക്കാനോ ഒന്നും തയ്യാറായിട്ടില്ല എന്നത് അവരുടെ ഒരു മാന്യതയാണ്. അവർ അവരുടെ 10-12 വർഷക്കാലം അവർ പ്രണയിച്ച, അവർ സ്നേഹിച്ച ഒരാളെ സമൂഹ മാധ്യമത്തിലേക്ക് ഇട്ടുകൊടുക്കാൻ അവർ തയ്യാറായില്ല. പക്ഷെ ഗണേഷ് കുമാർ ചെയ്ത മര്യാദകേട് എന്താണ്? മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിരുന്നു കൊണ്ട് 112 ആരോ വിളിച്ചപ്പോൾ വട്ടുള്ളവർക്ക് വിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യയെ ഭ്രാന്തിയായി ചിത്രീകരിച്ചു. അതിൽ മനം നൊന്നിട്ടാണ് അവസാനം ഏഷ്യാനെറ്റിനോട് സംസാരിക്കാൻ ബിന്ദു മേനോൻ തയ്യാറാകുന്നു. ആ ബൈറ്റുകൾ വരുന്നു. ഇപ്പോഴും അവരൊരു മാന്യത കാണിക്കുന്നുണ്ടെന്ന്. ഈ 10-12 വർഷക്കാലം ഒപ്പം കഴിഞ്ഞതിന്റെ മാന്യതയാണ് ബിന്ദു മേനോൻ ഈ വിഷയത്തിൽ കാണിക്കുന്നത്. ആ സ്ത്രീക്കൊപ്പമാണ്, അവൾക്കൊപ്പമാണ് നമ്മൾ നിൽക്കേണ്ടത്, അവൾക്കൊപ്പം തന്നെയാണ് നിൽക്കേണ്ടത്. ഒരു നിമിഷമെങ്കിലും അയാളെ പ്രണയിച്ചിട്ടുണ്ടെങ്കിൽ, അയാളെ ഭർത്താവായി കണ്ടിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു കേസിൽ അയാളുടെ രാഷ്ട്രീയ പ്രതിച്ഛായ തകർക്കണ്ട, അല്ലെങ്കിൽ അയാൾക്ക് വന്നു ചേർന്നിരിക്കുന്ന ഒരു അവസരം തകർക്കണ്ട എന്ന് ആ സ്ത്രീ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ സ്ത്രീക്കൊപ്പമാണ് നിൽക്കേണ്ടത്. പക്ഷെ ഇത് മനസ്സിലാക്കേണ്ടത് ഈ പത്തനാപുരത്തെ ആളുകളും രാഷ്ട്രീയ കേരളവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരുമാണ് മനസ്സിലാക്കേണ്ടത്. ഇത് ആദ്യത്തെ കേസാണോ KB ഗണേഷ് കുമാറിനെ സംബന്ധിച്ചത്? അവിടെയാണ് പ്രശ്നം ഉദിക്കുന്നത്. നോക്കൂ, മറ്റേതെങ്കിലും ഒരു മന്ത്രിയുടെ വീട്ടിൽ നടക്കുന്ന ഒരു ഗാർഹികപരമായ ഒരു പ്രശ്നമാണെന്ന് കൂട്ടും, ഭാര്യയ്ക്ക് പരാതിയില്ലെങ്കിൽ അതിനെ വിഷയമാക്കി എടുക്കേണ്ട കാര്യം ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. മർദ്ദനമോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ പോലും അത് വിഷയമാക്കി എടുക്കണമെന്ന് ആരും ആവശ്യപ്പെടില്ല. പക്ഷെ KB ഗണേഷ് കുമാറിന്റെ കേസിൽ ഇദ്ദേഹം പത്തനാപുരത്ത് സ്ഥാനാർത്ഥിയായി രംഗത്തേക്ക് എത്തുമ്പോൾ KB ഗണേഷ് കുമാറിന്റെ ഭാര്യ യാമിനി തങ്കച്ചിയുമായി അകന്നു കഴിയുകയായിരുന്നു. അപ്പോൾ യാമിനി തങ്കച്ചി എന്ന് പറയുന്നത് ഒരു പ്രമുഖ കുടുംബത്തിൽ ജനിച്ചു വളർന്ന MBBS ബിരുദധാരിയായ ഒരാളായിരുന്നു. സ്വാഭാവികമായും അന്ന് രാഷ്ട്രീയ കേരളത്തിലെ ഭീഷ്മാചാര്യൻ എന്ന് അവകാശപ്പെടുന്ന പ്രമാണിയായിരുന്ന R ബാലകൃഷ്ണപിള്ളയുടെ കുടുംബത്തിൽ നിന്ന് വിവാഹാലോചന വരികയും ആ വിവാഹത്തിന് ആ കുടുംബം തയ്യാറാവുകയും ഗണേഷ് കുമാറുമായി വിവാഹം നടത്തുകയും പിന്നീട് സിനിമാ മേഖലയിൽ സജീവമായി നിന്ന ഗണേഷ് കുമാർ കുടുംബവുമായി അകലുകയും അദ്ദേഹത്തിന് അന്നും പല പരസ്ത്രീ ബന്ധങ്ങളും ഒക്കെ ആരോപിക്കപ്പെട്ടിരുന്നു, അകന്നു കഴിയുകയായിരുന്നു. ഗണേഷ് കുമാർ ആദ്യ തവണ വിജയിച്ചു കയറി വന്നപ്പോൾ ഇടമലയാർ കേസുമായി ബന്ധപ്പെട്ട് R ബാലകൃഷ്ണപിള്ളയ്ക്ക് മന്ത്രിയാകാൻ കഴിയാത്ത സാഹചര്യത്തിൽ KB ഗണേഷ് കുമാറിനെ AK ആന്റണി മന്ത്രിസഭയിൽ ഗതാഗത വകുപ്പ് മന്ത്രിയായി കൊണ്ടുവരുന്നു. അതായത് രാഷ്ട്രീയത്തിലേക്ക് പിച്ച വെച്ച സിനിമാക്കാരനായ ഗണേഷ് കുമാറിന് ആദ്യം തന്നെ KSRTC അടക്കമുള്ള ഗതാഗത വകുപ്പ് അടക്കമുള്ള ചുമതല കൊടുത്ത് മന്ത്രിയാക്കുന്നു. അപ്പോൾ സ്വാഭാവിക ഒരു മന്ത്രിയായൊക്കെ വന്നതിന് ശേഷം മന്ത്രിക്ക് ഭാര്യയില്ല എന്ന് പറയുന്നത് ഒരു നാണക്കേടാണ് എന്ന് മനസ്സിലാക്കിയ R ബാലകൃഷ്ണപിള്ള കൃത്യമായ ഇടപെടലുകൾ നടത്തി യാമിനി തങ്കച്ചിയെ തിരിച്ച് മക്കളെയും 2 ആൺമക്കളെയും തിരിച്ച് കീഴൂട്ട് കുടുംബത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. അങ്ങനെ വീണ്ടും KB ഗണേഷ് കുമാറും യാമിനി തങ്കച്ചിയും അവരുടെ ദാമ്പത്യ ജീവിതം തുടരുകയാണ്. അതിൽ അത്ര സുഖകരമായിരുന്നു എന്നുള്ളതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. പിന്നീട് AK ആന്റണി മന്ത്രിസഭ അവസാനിക്കുന്നു. പിന്നീട് ഉമ്മൻചാണ്ടി മന്ത്രിസഭയുടെ കാലഘട്ടത്തിൽ മന്ത്രിമന്ദിരത്തിൽ വെച്ച് KB ഗണേഷ് കുമാറിനെ ഒരു പരസ്ത്രീ ബന്ധം ആരോപിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ വന്ന് തല്ലുന്ന കാഴ്ച സ്വന്തം ഭാര്യയ്ക്ക് കാണേണ്ടി വരും. അവസാനം അയാളുടെ കരഞ്ഞ് കാല് പിടിക്കണം. നമ്മളുടെ മുന്നിലുള്ള ഒരു ഗണേഷ് കുമാറിന്റെ ചിത്രം എന്താണ്? ഏത് പ്രതിസന്ധികളിലും കുലുങ്ങാതെ എന്തിനേയും നെഞ്ചുവിരിച്ച് നേരിടുന്ന ധാർഷ്ട്യത്തോടെ നിൽക്കുന്ന ഒരു മനുഷ്യൻ. ഇന്നലെയും കണ്ടതാണ്. പക്ഷെ ഇന്ന് രാവിലെ പെണ്ണുപിള്ളയുടെ കാല് പിടിച്ച് കരയേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അയാൾ ഒരു മനുഷ്യന്റെ കാലിൽ വീണ് കരയുകയാണ്. ഈ സമയത്താണ് സോളാർ വിവാദം കത്തി നിൽക്കുന്നത്. പൊതുസമൂഹം ഇത് അറിയുന്നത് എങ്ങനെയാണ്? ഗണേഷ് കുമാറിന്റെ മർദ്ദനം ഏറ്റു എന്ന് പൊതുസമൂഹം അറിയുന്നത് മുഖത്തെ 3 പാട്ടുകളുമായി ബാത്റൂമിൽ നിന്നൊരു ബാത്റൂം സെൽഫി അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു. എന്നിട്ട് പറയുന്നു, എന്റെ ഭാര്യ എന്നെ തല്ലി ചതച്ചു എന്ന്. ഈ മറ്റൊരാളുടെ കാലിൽ വീണ് കരയുന്നത് കണ്ട് പാനിക്കായ ഭാര്യ ചോദിക്കുന്നു, എന്താണ് സംഭവം? ഈ അടിച്ചിട്ട് പോയ ആൾ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ഈ കലിപ്പ് തീർക്കാൻ വേണ്ടി യാമിനി തങ്കച്ചിയുടെ കൈ പിടിച്ചൊടിക്കുകയും മുഖമടിച്ചു പൊട്ടുകയും നിലത്തിട്ട് ചവിട്ടുകയും ചെയ്തു എന്ന് പറയുന്നത് മറ്റാരുമല്ല, യാമിനി തങ്കച്ചി നേരിട്ടാണ്. ഫീഡുകൾ ഇപ്പോഴും സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളുടെ ലൈബ്രറി റൂമുകളിലും ഭദ്രമായിരിപ്പുണ്ട്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്ത് ഗാർഹിക പീഡനത്തിന് ഭാര്യയെ ഇരയാക്കിയ മന്ത്രി, പരസ്ത്രീ ബന്ധത്തിന്റെ പേരിൽ മറ്റൊരാളുടെ ഭർത്താവ്, ബിജു രാധാകൃഷ്ണൻ അല്ലത് തിരുവനന്തപുരത്തുള്ള മറ്റൊരു വീട്ടമ്മയുടെ ഭർത്താവാണ് വന്നിടിച്ചത്. അത്തരം മർദ്ദന മുറകൾ ഏറ്റുവാങ്ങിയ അന്നേ ഈ പറയപ്പെടുന്ന നേർവഴിക്ക് നടക്കാത്ത ഒരാളുടെ പേരിൽ അന്ന് പ്രതിഷേധമുയർത്തിയ സംഘടനയുടെ പേര് DYFI എന്നും CPM എന്നും CPI എന്നും AYF എന്നും ഒക്കെ തന്നെയാണ്, SFI എന്നും ഒക്കെ തന്നെയാണ്. പിന്നീട് ഇതിന്റെ പേരിൽ അയാൾക്ക് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നു. ഉമ്മൻചാണ്ടി രാജി എഴുതി വാങ്ങി. ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം ഉമ്മൻചാണ്ടിക്ക് പ്രിയങ്കരനായ ആള് തന്നെയായിരുന്നു KB ഗണേഷ് കുമാർ, അല്ലെന്നൊന്നും പറയാൻ പറ്റില്ല. പത്തനാപുരം നിയോജക മണ്ഡലത്തിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിൽ നടത്തിയ വികസന പ്രവർത്തനത്തോളം മറ്റൊരു കാലത്തും വികസന പ്രവർത്തനം നടന്നിട്ടില്ല എന്നുള്ളതാണ്. ഈ കേരളത്തിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ KM മാണി എഴുന്നേറ്റ് നിന്ന് പുതിയ താലൂക്കുകൾ പ്രഖ്യാപിക്കുമ്പോൾ അതിൽ പത്തനാപുരമില്ല. ഗണേഷ് കുമാർ പതുക്കെ ഉമ്മൻചാണ്ടിയുടെ മുഖത്തേക്കൊന്ന് നോക്കി സങ്കടത്തോടു കൂടി.
ഒരു വെള്ളപ്പേപ്പർ, ഒരു തുണ്ട് കടലാസ് എടുത്ത് മുട്ടിൽ വെച്ച് എഴുതി പത്തനാപുരം താലൂക്ക് എന്ന് എഴുതി അത് കെ എം മാണിയുടെ കരങ്ങളിലേക്ക് വെച്ചു കൊടുത്തു. കെ എം മാണി നിയമസഭയിൽ പത്തനാപുരം താലൂക്ക് പ്രഖ്യാപിച്ചു. അങ്ങനെയാണ് പത്തനാപുരം താലൂക്ക് ഉണ്ടാവുന്നത്. ഇപ്പൊ ഇദ്ദേഹം അതിനുശേഷം പറഞ്ഞ എന്താണ്, മീനില്ലാതെ മീൻകറി വെക്കുന്നവർ, കമ്പിയില്ലാതെ പാലം പണിയുന്നവർ എന്നൊക്കെയാണ് UDF-നെ വിളിച്ചത്. അത്രത്തോളം സഹായിച്ച സ്നേഹിച്ചൊരു മനുഷ്യൻ സ്വന്തം അച്ഛനാണ് ആവശ്യപ്പെടുന്നത് ഇയാളുടെ മന്ത്രിസ്ഥാനത്ത് നിന്ന് ഇയാളെ പുറത്താക്കണമെന്ന്. ആരാണ് ആർ ബാലകൃഷ്ണപിള്ള? കേരള കോൺഗ്രസ് ബി പാർട്ടിയുടെ ചെയർമാനാണ്. സ്വാഭാവികമായും പിന്നീട് രാഷ്ട്രീയ കേരളം കണ്ടതാണ് കേരള കോൺഗ്രസ് ബി രണ്ട് തട്ടിലേക്ക് മാറും. ആർ ബാലകൃഷ്ണപിള്ളയുടെ നേതൃത്വത്തിൽ ഒരു പാർട്ടി, പത്തനാപുരം കേന്ദ്രീകരിച്ച് KB ഗണേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ഒരു പാർട്ടി. പിന്നീട് മാധ്യമങ്ങളിൽ കൊടുത്ത ഇന്റർവ്യൂവിൽ രാഷ്ട്രീയ ഭീഷ്മാചാര്യരെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന കീഴൂട്ട് തറവാട്ടിന്റെ പ്രതാപങ്ങളിൽ നിന്ന് മാത്രം കൊട്ടാരക്കരക്കാർ മാത്രം കണ്ടിട്ടുള്ള ആർ ബാലകൃഷ്ണപിള്ള അതേ പ്രതാപത്തോടു കൂടി സ്വതസിദ്ധമായ ശൈലിയിൽ പറഞ്ഞു, ഗണേഷ് കുമാർ എൻ്റെ മകനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ ഭാര്യയിൽ എനിക്ക് വിശ്വാസമുള്ളത് കൊണ്ട് മാത്രം. ഒരു അച്ഛൻ്റെ അതിഭീകരമായ രോദനമായിരുന്നു. ഒരു അച്ഛൻ വന്നിരുന്ന് പറയാണ്, അവൻ എൻ്റെ മകനല്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ എൻ്റെ ഭാര്യയിൽ എനിക്ക് വിശ്വാസമുള്ളത് കൊണ്ട് പറയുന്നു അവൻ എൻ്റെ മകനാണ്. അതായത് മകനെ പൂർണ്ണമായി തള്ളി പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. ആർ ബാലകൃഷ്ണപിള്ളയ്ക്ക് കൂടെ നിന്നവർക്കൊപ്പം അവരെ എല്ലാം എതിർത്തുകൊണ്ട് KB ഗണേഷ് കുമാർ രാഷ്ട്രീയത്തിൽ നിറഞ്ഞാടുന്ന കാഴ്ച. ഓപ്പോസിറ്റ് ഈ പറയപ്പെടുന്ന ആർ ബാലകൃഷ്ണപിള്ളയും കുടുംബ വഴക്ക് മൂർച്ചയിലെത്തുന്നു. ഇത് ഇടപെട്ട് തീർക്കാൻ ഇവിടുത്തെ ഇന്ത്യൻ നാഷണൽ മുസ്ലിം ലീഗും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ആവുന്ന വിധത്തിലൊക്കെ നടക്കുന്നില്ല. മകനെ മന്ത്രിയാക്കാൻ അച്ഛനും അച്ഛനെ അനുസരിക്കാൻ മകനും തയ്യാറാകാതിരിക്കുന്ന ഒരു കാലഘട്ടം. ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? തിരിച്ച് ഇയാൾക്ക് മന്ത്രിസ്ഥാനം കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇതിനിടയിലാണ് കുടുംബ തർക്കങ്ങൾ മൂർച്ഛിക്കുന്നത്. അതവിടെ കഴിയുകയാണ്. തൻ്റെ മന്ത്രിസ്ഥാനം പോക്കിയത് ഉമ്മൻചാണ്ടിയാണ് എന്ന് വിശ്വസിക്കുന്ന KB ഗണേഷ് കുമാർ, അങ്ങനെ വിശ്വസിക്കുകയാണ് എന്ന് പുറത്ത് ധരിപ്പിച്ച KB ഗണേഷ് കുമാർ, ബിജു രാധാകൃഷ്ണൻ എന്ന് പറയുന്ന സോളാർ കേസിലെ പ്രതികളിൽ ഒരാൾ, അയാൾ മണിക്കൂറുകളോളം ഉമ്മൻചാണ്ടിയോട് പറഞ്ഞ KB ഗണേഷ് കുമാറിന്റെ കഥകൾ. നമ്മളുടെ ചാനലിന്റെ ഫീഡിൽ തന്നെ ഫെനി ബാലകൃഷ്ണൻ എന്ന സരിതയുടെ അഡ്വക്കേറ്റ് ഈ കേസിൽ, സോളാർ കേസിൽ ഈ പറയപ്പെടുന്ന KB ഗണേഷ് കുമാറിന്റെ കഥകൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നീട് നമ്മൾ കാണുന്നത് എന്താ? വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഈ പറയപ്പെടുന്ന ഉമ്മൻചാണ്ടിക്കെതിരെ ലൈംഗിക പീഡന ആരോപണം ഉയരുന്നു. അന്ത്യവയോധികനായ ആ മനുഷ്യൻ ഒരു സ്ത്രീയെ അദ്ദേഹത്തിന്റെ ഔദ്യോഗികമായുള്ള ഓഫീസിൽ വെച്ച് ലൈംഗികമായി ചൂഷണം ചെയ്തു. അത് താൻ കണ്ടു എന്ന് മറ്റൊരു വിവരമില്ലാത്തവൻ വന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഇതിന്റെ എല്ലാം പിന്നിൽ KB ഗണേഷ് കുമാറാണ് എന്ന് ചരിത്രം കാലം പിന്നീട് തെളിയിച്ചു. ഉമ്മൻചാണ്ടി മരണപ്പെട്ടു. അതിനു മുമ്പ് ആർ ബാലകൃഷ്ണപിള്ള മരണപ്പെട്ടു. പിന്നീട് ഉമ്മൻചാണ്ടി മരണപ്പെടുന്നു. ഉമ്മൻചാണ്ടിയുടെ മരണത്തെ വ്യസന സഹിതം ഈ കേരള സമൂഹം ഏറ്റെടുത്തപ്പോൾ കീഴൂട്ട് തറവാട്ടിലിരുന്ന ഒരുത്തൻ ഊർച്ചിരിച്ചു. അവന്റെ പേരാണ് KB ഗണേഷ് കുമാർ. ആ മനുഷ്യന്റെ മരണത്തിന് ശേഷം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം അടക്കം ചെയ്തതിനു ശേഷം എന്നേ പറയാൻ പറ്റും. ആ മനുഷ്യന് മരണമില്ല. ഓർമ്മകളിൽ, മനസ്സുകളിൽ, ഓരോ രാഷ്ട്രീയ നിലപാടുകളിൽ, നാടിന്റെ വികസനങ്ങളിലൊക്കെ ഉമ്മൻചാണ്ടി എന്ന പേര് സ്വർണ്ണ ലിപികളാൽ കുത്തിയിടും. അതിന് പതിറ്റാണ്ടുകൾ കഴിഞ്ഞാലും ആ പേര് അങ്ങനെ തന്നെ ഉണ്ടാകും. ആ മനുഷ്യന്റെ ഭൗതികമായ ശരീരം ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞതിനു ശേഷം ഈ കേരളത്തിന്റെ, നമ്മൾ വിശ്വസിക്കുന്ന, മലയാളികൾ വിശ്വസിക്കുന്ന, ഇന്ത്യ വിശ്വസിക്കുന്ന, ഭാരതം വിശ്വസിക്കുന്ന നീതിന്യായ വ്യവസ്ഥ പറഞ്ഞു ഉമ്മൻചാണ്ടി അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല, അതിനെതിരെ തെളിവുകളില്ല. അന്ന് ഉമ്മൻചാണ്ടിയെ ക്രൂശിക്കാൻ കൂടെ നിന്നവരൊക്കെ KB ഗണേഷ് കുമാറിനെതിരെ കോടതികളിൽ മൊഴി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ആഴ്ചകളിൽ. സ്വാഭാവികമായും ആ സാഹചര്യം ഉണ്ടാകുന്നു. ഈ സാഹചര്യത്തിലാണ് ഉമ്മൻചാണ്ടി സർക്കാരിന് ഒരു തുടർഭരണം ഉണ്ടാകുമെന്ന് പേടിച്ച ഇടതുപക്ഷ സർക്കാർ KB ഗണേഷ് കുമാർ എന്ന് പറയുന്ന രാഷ്ട്രീയ നപുംസകത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഉമ്മൻചാണ്ടിക്കെതിരെ ലൈംഗിക ആരോപണം ഉണ്ടാക്കി അദ്ദേഹത്തിന്റെ ജനപ്രീതി കുറച്ചുകൊണ്ട് ഒന്നാം പിണറായി സർക്കാർ രൂപീകൃതമാകുന്നു. ആ സർക്കാരിൽ ഇടതുപക്ഷ MLA ആയി KB ഗണേഷ് കുമാർ ഉണ്ടായിരുന്നു. ഇടത്തോട്ട് നിന്നാലും വലത്തോട്ട് നിന്നാലും മന്ത്രിസ്ഥാനത്തിന് വേണ്ടി പിടിക്കുന്ന KB ഗണേഷ് കുമാറിന് പക്ഷേ പിണറായി വിജയൻ മന്ത്രിസ്ഥാനം വെച്ച് നീട്ടിയില്ല. അതിനുശേഷം പിന്നീട് വന്ന ആരോപണങ്ങൾ എന്താ? ബാലകൃഷ്ണപിള്ളയുടെ മരണത്തിന് ശേഷം സ്വന്തം സഹോദരി ആരോപണവുമായി എത്തിയിട്ടു സ്വത്ത് തട്ടിയെടുത്തു. ഞങ്ങൾക്കറിയാവുന്ന കൊട്ടാരക്കരയിലെ കഥകളിൽ ആർ ബാലകൃഷ്ണപിള്ള KB ഗണേഷ് കുമാറിന് എഴുതി വെച്ച സ്വത്തുകൾ പരിമിതമായിരുന്നു. മരണത്തോടടുത്ത വന്ധ്യവയോധികനായ ആർ ബാലകൃഷ്ണപിള്ളയുടെ പുത്ര സ്നേഹത്തെ മുതലെടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ വാർദ്ധക്യഘട്ടത്തിൽ, മരണഘട്ടത്തിൽ അച്ഛൻ 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 എന്ന് വിളിച്ചുകൊണ്ട് അയാൾക്കൊപ്പം കൂടി KB ഗണേഷ് കുമാർ. അതിനപ്പുറം വിൽപത്രം എഴുതിയപ്പോൾ വിൽപത്രത്തിൽ തിരുമറി നടത്തിയിരിക്കുന്നു, ഞങ്ങളുടെ സ്വത്തുക്കൾ തട്ടിയെടുത്തിരിക്കുന്നു എന്ന ആരോപണം ഉന്നയിച്ചത് സ്വന്തം സഹോദരി, സ്വന്തം ചോര, സ്വന്തം ചേച്ചിയാണ്. ആ ചേച്ചിയെ പറഞ്ഞ ആക്ഷേപങ്ങൾ, അളിയനെ പറഞ്ഞ ആക്ഷേപങ്ങൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഇപ്പോഴും നിൽപ്പുണ്ട്. കൊട്ടാരക്കര കോടതിയിൽ അടക്കം ഇപ്പോഴും കേസുകളും നിലനിൽക്കുന്നത്. ആരൊക്കെയാണ്? സ്വന്തം അച്ഛൻ, സ്വന്തം ഭാര്യ, സ്വന്തം സഹോദരി,
അയാളെ വളർത്തിയ പ്രസ്ഥാനത്തെ നശിപ്പിച്ചവർ. ഇടതുപക്ഷത്തിനൊപ്പം കൂടിക്കഴിഞ്ഞപ്പോൾ അഹങ്കാരം അല്പം കൂടി. പത്തനാപുരത്തെ CPM കാരനും CPI കാരനും പത്തനാപുരത്തെ കേരള കോൺഗ്രസ് മാണിക്കാരനുമൊക്കെ സഹിക്കുകയാണ്. സത്യം. കാരണം അവർ സ്നേഹിക്കുന്നത്, അവരെ കുറ്റം പറയാൻ പറ്റില്ല, അവർ സ്നേഹിക്കുന്നത് ഇടതുപക്ഷത്തെയാണ്, പിണറായി വിജയനെയാണെങ്കിൽ ആ പിണറായി വിജയൻ ഒരു സർക്കാരിന് തുടർച്ച ഉണ്ടാകണമെങ്കിൽ പത്തനാപുരത്ത് സീറ്റ് ആവശ്യമാണ് എന്ന ഒറ്റ കാര്യം കൊണ്ട് മാത്രമാണ് ഇയാൾക്ക് വേണ്ടി അവിടെ പല സഖാക്കന്മാരും, കറതീർന്ന സഖാക്കന്മാരും. ചെറിയ കാര്യങ്ങൾ കൊണ്ട് വലിയ കാര്യങ്ങൾ നേടാൻ നടക്കുന്ന കച്ചവടക്കാരെ പറ്റിയല്ല ഞാൻ പറയുന്നത്. കറതീർന്ന കമ്മ്യൂണിസ്റ്റുകൾ ഇപ്പോഴും പത്തനാപുരത്തുണ്ട്. അവന്മാരുടെ മനസ്സിൽ ഈ നാരയ്ക്ക് സീറ്റ് കൊടുക്കരുത് എന്ന് മാത്രം ചിന്തിക്കുന്ന ഒരു കൂട്ടം കമ്മ്യൂണിസ്റ്റുകളുള്ള മണ്ണാണ് പത്തനാപുരം. അത് നമ്മൾ മനസ്സിലാക്കാതെ പോകരുത്. ഓപ്പോസിറ്റ് മത്സരിക്കാൻ വരുന്ന സ്ഥാനാർത്ഥികളെ ആക്ഷേപിക്കുക, നാട്ടിൽ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ പലരെയും തൃശ്ശൂർ കിടക്കുന്ന സുരേഷ് ഗോപിയെ ആക്ഷേപിക്കുന്നു. ഇയാൾക്ക് എന്തിന്റെ കേടാണ്? വന്ന ആവശ്യത്തിന് കൊടുത്തിട്ട് പോയി പത്തനാപുരത്ത്. ആ മനുഷ്യൻ കേന്ദ്രമന്ത്രിയാണ്, ഇയാളും സംസ്ഥാന മന്ത്രിയാണ്. കേന്ദ്രമന്ത്രിയെ പേരെടുത്ത് വിളിച്ചു സുരേഷ് എന്ന്, അയാളും തിരിച്ചു വിളിച്ചു ഗണേശൻ എന്ന്. ഓർമ്മിപ്പിച്ചിട്ട് പോയി. പത്തനാപുരത്ത് സുരേഷ് ഗോപി വന്നത് ആദ്യമായിട്ടല്ല. KB ഗണേഷ് കുമാർ ആദ്യമായി മത്സരിക്കുമ്പോൾ നിന്റെ വീട്ടിൽ നിന്ന് വോട്ട് ചോദിക്കാൻ ഞാൻ വന്നിട്ടുണ്ട്. നിന്റെ വാഹന പ്രചരണ ജാഥയിൽ ആ വാഹനത്തിലൊപ്പം ഞാൻ കയറിയിട്ടുണ്ട്. എനിക്കൊപ്പം ഉണ്ടായിരുന്ന ആളുടെ പേര് ഉമ്മൻചാണ്ടി എന്നാണ്. കറതീർന്ന BJP കാരനായി BJP രാഷ്ട്രീയം പേർന്ന ഭാരതത്തിന്റെ കേന്ദ്രമന്ത്രി പറയുന്നു ഉമ്മൻചാണ്ടി എന്ന പേര്. ആ ഉമ്മൻചാണ്ടി എന്ന പേര് പറഞ്ഞാൽ KB ഗണേഷ് കുമാറിന്റെ നെഞ്ചകത്തിൽ ഒരു കുത്തലായിരിക്കുമെന്ന കൃത്യമായ ബോധ്യം സുരേഷ് ഗോപിക്ക് അവിടെ ഉണ്ടായിരുന്നു. ആരുടെയൊക്കെ കയ്യിൽ നിന്നാണ് ഊക്ക് വാങ്ങിക്കൂട്ടുന്നത് കഴിഞ്ഞ കുറെ കാലമായിട്ട്? പറയാതിരിക്കാൻ സാധിക്കുമോ? ഈ ഊക്ക് എന്ന വാക്കാൻ പാർലമെന്ററിയാണെന്ന് എനിക്കറിയാം. പക്ഷേ ഈ നാരിയെ കുറിച്ച് പറയുമ്പോൾ അങ്ങനെ മാത്രമല്ലേ നമുക്ക് അഭിസംബോധന ചെയ്യാൻ പറ്റും. ഇന്നലെ പറഞ്ഞു ഒരു KSU കാരൻ പരാതി കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ കല്യാണം കഴിഞ്ഞ് കൊച്ചുള്ളവൻ ഇപ്പോഴും KSU കാരനാണ്, പാർലമാഫിയക്കാരനാണെന്ന് യദുകൃഷ്ണൻ MJ പറ്റിയാണ് പറയുന്നത്. അവൻ ചെറുപ്പക്കാരനാണ്, എന്നെക്കാളൊക്കെ എത്രയോ പ്രായത്തിനുള്ള പയ്യനാണ്. അവനെ കണ്ടാൽ ചെപ്പം തണ്ടും തടിയൊക്കെ തോന്നും. പഠിക്കാനുള്ള പ്രായമേ ഉള്ളൂ, അവൻ പഠിക്കുന്നുണ്ട്, അവൻ വിദ്യാർത്ഥിയാണ്. വിവാഹം കഴിച്ചു എന്ന് വിചാരിച്ച് വിദ്യാർത്ഥി അല്ലാതാകാൻ 59 വയസ്സുള്ള ഇയാൾക്ക് 5000 പ്രണയങ്ങളാവാമെങ്കിൽ ഒന്ന് കല്യാണം കഴിച്ചവന് വിദ്യാർത്ഥി നേതാവായിരിക്കാം, ഒരു കുഴപ്പമില്ലെന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. എത്രയോ വട്ടങ്ങളിൽ എത്രയോ ഇടങ്ങളിൽ വെച്ച് അയാളെ, ഈ പറയപ്പെടുന്ന യദുകൃഷ്ണനെ, അതുപോലെയുള്ള അവിടുത്തെ KSUവിന്റെ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാരെ ഇയാൾ ആക്ഷേപിച്ചിട്ടുണ്ട്. പറയൂ, ഇയാളുടെ ശരീരത്തെ പറ്റി വരെ കമന്റ് പറഞ്ഞിട്ടുണ്ട്. ഇയാൾ ഒന്ന് ഓർക്കണമായിരുന്നു, ഇവന്റെയൊക്കെ ചെറുപ്പകാലത്ത് വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനം പേറുമ്പോൾ ഇയാൾക്ക് വേണ്ടി കൊടി പിടിച്ചവരാ, ഇയാൾക്ക് വേണ്ടി സിന്ദാബാദ് വിളിച്ചവരാ, ഇയാൾക്ക് വേണ്ടി പോസ്റ്റ് ഒട്ടിച്ചവരാ, ഇയാൾക്ക് വേണ്ടി ഫ്ലെക്സ് വെച്ചവരാ. അന്ന് ഇന്ന് പൊക്കിക്കൊണ്ടു നടക്കുന്ന CPM കാരനും CPI കാരനും ഇയാളെ വിളിച്ചത് കാമവെറിയനെന്നാ, അഴിമതിക്കാരനെന്നാ. കളമൊന്ന് മാറ്റി ചവിട്ടിയപ്പോ 2 തന്തയ്ക്കുണ്ടായ പരിപാടിയുമായി രംഗത്തേക്ക് വരുന്ന കാഴ്ച പത്തനാപുരത്ത് നമ്മൾ കണ്ടു. അന്ന് യാമിനി തങ്കച്ചി കൊടുത്ത പരാതിയിന്മേൽ, യാമിനി തങ്കച്ചി ഉന്നയിച്ച ആരോപണങ്ങളിൽ മേൽ ഗണേശനെതിരെ ധാർമ്മിക നടപടി ആവശ്യപ്പെട്ട ഇടതുപക്ഷ സംഘടനകളൊക്കെ ഒപ്പം എല്ലാവരും ഇന്ന് ഗണേശനൊപ്പം നിൽക്കുമ്പോൾ ഇതാ രണ്ടാം ഭാര്യ. ഇനി ബിന്ദു മേനോന്റെ വിവാഹശേഷം പത്തനാപുരം മണ്ഡലങ്ങളിലെ നിറഞ്ഞ സാന്നിധ്യമായിരുന്നു ബിന്ദു മേനോൻ. വീട് വെച്ച് കൊടുക്കുന്നിടത്ത് ഉദ്ഘാടന വേദികളിൽ ഒക്കെ ബിന്ദു മേനോൻ നിറഞ്ഞു നിന്നു. കീഴോട്ട് തറവാട്ടിന്റെ പ്രൗഢിയിൽ ബിന്ദു മേനോൻ ആസ്വദിച്ചിരുന്നു. ആനയ്ക്കൊപ്പം നിൽക്കുന്ന റീലുകളൊക്കെ ഇപ്പോഴും സോഷ്യൽ മീഡിയയിലുണ്ട്. അവിടെ അവസാനം അവരും മനസ്സിലാക്കുകയാണ് ഈ ജീവിതം ഫേക്കാണ്. ഒരുപാട് കണ്ട് സഹികെട്ടിട്ടാണ് അവസാനം അവർ കുറച്ചു കാലമായി മാറി നിൽക്കുന്നത്. മാറി നിൽക്കലിന്റെ അവസാനം എന്തോ സാധനം എടുക്കാൻ വേണ്ടി വീട്ടിലേക്ക് വന്നപ്പോൾ അവർ കണ്ട കാഴ്ച ഇതാണ്. ഗണേശൻ പ്രണയിച്ചോളൂ, ഗണേശൻ ആരോട് വേണമെങ്കിലും ഇതൊക്കെ ആയിക്കോളൂ, അതൊന്നും വിഷയമല്ല. പക്ഷേ ഇത് കണ്ടിട്ടും പിണങ്ങിപ്പോയിട്ടും ഒന്നും മിണ്ടാതിരുന്ന ഭാര്യയെ ഭ്രാന്തി എന്ന് പൊതുസമൂഹത്തിൽ വിളിച്ചില്ലേ? അത് തെറ്റല്ലേ? പരാതിയില്ലെങ്കിലും അധാർമികതയുടെ വഴിയിലൂടെ നടക്കുന്ന ഒരു ജനപ്രതിനിധി, ഒരു മന്ത്രി കേരളത്തിന് വേണമോ എന്ന് തീരുമാനിക്കാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വം പിണറായി വിജയനുണ്ട്. ഇലക്ഷൻ വന്ന് മൂക്കിന്റെ മുറ്റത്ത് നിൽക്കുകയാണ്. പിണറായി വിജയന്റെ നിലപാട് മാത്രമാണ് ഇതിന്മേൽ തീരുമാനമെടുക്കാനുള്ളത്. കേരള കോൺഗ്രസ് ബിക്ക് സീറ്റ് കൊടുത്തില്ലെങ്കിൽ പിണറായി വിജയൻ ഇതിന്റെ ഒന്നും സംഭവിക്കില്ല. ഇവരെ കൊണ്ട് വേറെ എവിടെയാണ് നേട്ടം? ഇത്തരത്തിലുള്ള ചുവടുമാറ്റം നടത്തുന്നത് ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് ഈ പിണറായി വിജയൻ ആദ്യത്തെ തവണ ഇയാൾക്ക് മന്ത്രിസ്ഥാനം കൊടുക്കാഞ്ഞപ്പോൾ കുറച്ച് നിലപാടുകളുള്ള മനുഷ്യൻ, കാര്യം എന്ത് പറഞ്ഞാൽ രാഷ്ട്രീയ വിയോജിപ്പുകളുണ്ടെങ്കിലും ഇനി UDFകാരേക്കാൾ ഒരു സാധനം വേണ്ട എന്ന് വെച്ചാൽ വേണ്ട എന്ന് പറയാൻ കെൽപ്പുള്ള ആളാണ് പിണറായി വിജയൻ. അദ്ദേഹം ഇയാൾക്ക് മന്ത്രിസ്ഥാനം കൊടുക്കില്ലെന്നാണ് ഞങ്ങളൊക്കെ വിചാരിച്ചത്. മന്ത്രിസ്ഥാനം കൊടുത്തത് കൊണ്ട് ഇയാൾ പറയുന്നു KSRTCയെ ലാഭത്തിലാക്കി. KSRTC വാങ്ങിക്കൂട്ടിയിരിക്കുന്ന ഇപ്പോഴത്തെ ബസ്സുകളുണ്ടല്ലോ, അതിൻ്റെയൊക്കെ ബാധ്യതകൾ വരാൻ പോകുന്ന സർക്കാരിൻ്റെ തലയിലേക്ക് എത്തുന്ന കാര്യത്തിൽ യാതൊരു വിധമായ സംശയവും വേണ്ട. എത്രയോ വർഷങ്ങളായി KSRTCയിൽ ഒരു നിയമനം നടത്തിയിട്ട് KSRTCയിൽ എത്ര ജീവനക്കാരാണ് പിരിഞ്ഞു പോയത്? KSRTCയുടെ പെൻഷനേഴ്സിന്റെ അവസ്ഥ എന്താണ്? ശമ്പളം കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു സർക്കാർ നിയന്ത്രിത സ്ഥാപനമല്ലേ? ഒരുപാട് പ്രശ്നങ്ങൾ വേറെയും ഉണ്ട് അവിടെ. അത് ഗണേഷ് കുമാറിനെ കൊണ്ട് മാത്രമല്ല,
ഈ നാട്ടിൽ കഴിവുള്ള ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. ഇവരൊക്കെ വന്നാലും ഇത് വൃത്തിയായിട്ട് കൊണ്ടു. പക്ഷെ അവസരങ്ങൾ കൊടുക്കണ്ടേ? ഇയാളെല്ലായിടത്തും പിടിച്ചു തൂങ്ങിയിട്ട് കാര്യമുള്ളൂ. പത്തനാപുരത്തെ ജനത അത് മനസ്സിലാക്കുന്ന ഒരു സാഹചര്യം ഇത്തവണ ഉണ്ടാകും. മുഖ്യമന്ത്രിയുടെ തീരുമാനത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം.